ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി കൂടുതൽ പ്രകാശമാനമാക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശംസിക്കപ്പെട്ട നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ അചഞ്ചലമായ മുന്നേറ്റം. ആരോഗ്യം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തോടെ ആശുപത്രികൾ പുതുക്കിപ്പണിതും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി ഉയർത്തിയും കരുത്തുറ്റ ആരോഗ്യ വ്യവസ്ഥയെ കേരളം സ്വന്തമാക്കി. രോഗം തന്നെ പകച്ചുപോയ ഒരു മഹാമാരിയുടെ പ്രഹരത്തെയും ശാന്തവും ശാസ്ത്രീയവുമായ നേതൃത്വത്തിലൂടെ കൈകാര്യം ചെയ്ത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം വേഗതയും ശൈലിയും കൂട്ടിയ നഗരമാറ്റങ്ങൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളും ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. വർഷങ്ങളായി കാത്തിരുന്ന വലിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്ത ഒരു ദശാബ്ദം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും കൈത്താങ്ങാകുന്ന ക്ഷേമ പദ്ധതികളുടെ ജാലകം കേരളം പുനർനിർമ്മിച്ചു. വയോജന പെൻഷനും വീടില്ലാത്തവർക്ക് വീടും തൊഴിലാളികൾക്ക് IT പാർക്കുകൾ സ്റ്റാർട്ടപ്പ് പരിസ്ഥിതികൾ തുടങ്ങി ലോകത്തിലേക്ക് കേരളത്തെ ബന്ധിപ്പിക്കുന്ന പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി. ജനങ്ങളുടെ പ്രതീക്ഷയും ഭരണത്തിന്റെ ദർശനവും ഒന്നിച്ചു ചേർന്നപ്പോൾ ജനകീയ വികസനത്തിന്റെ ഈ വഴിയാത്ര കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് വികസനത്തിന്റെ നായകൻ ദൃഢനിശ്ചയത്തിന്റെയും ഭരണപരിഷ്കാരത്തിന്റെയും സാങ്കേതിക നവോത്ഥാനത്തിന്റെയും നെടുന്തൂൺ. പിണറായി വിജയൻ എന്ന പേര് ഒരാൾ മാത്രം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരല്ല, അതൊരു ചിന്താ പാരമ്പര്യത്തിന്റെ പേരാണ്. ഒരു പാരമ്പര്യത്തിന്റെ സ്ഥിരതയാണ്, ഒരു പ്രസ്ഥാനത്തിന്റെ ആകെ കരുത്താണ്. നേതാവാകുന്നത് പദവി കൊണ്ടല്ല, പരീക്ഷണങ്ങളിലൂടെയാണ്. പിണറായി വിജയൻ ആ പരീക്ഷണങ്ങളെ മുഴുവൻ ജയിച്ചെടുത്ത ദൃഢനിശ്ചയമാണ്. കേരളത്തിന്റെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളെ ഒരു റോഡ് നെറ്റ്വർക്കിൽ ചേർത്ത ഹിൽ ഹൈവേ, കോസ്റ്റൽ ഹൈവേ എന്ന മഹാപദ്ധതി, നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന മെട്രോ എന്ന പദ്ധതിയെ ജലത്തിലൂടെയും യാഥാർത്ഥ്യമാക്കി രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ അവതരിപ്പിച്ച കേരള വാട്ടർ മെട്രോ. കർശനമായ ഗുണനിലവാര പരിശോധനയിലൂടെയും നവീകരിച്ച ക്ലാസ് മുറികളിലൂടെയും ഹൈടെക് ലാബുകളിലൂടെയും നിരന്തരമായ അധ്യാപക പരിശീലനങ്ങളിലൂടെയും പുതിയ സിലബസുകളിലൂടെയും നൂതന പഠന രീതികളിലൂടെയും UN-നും വേൾഡ് ബാങ്കിനും വരെ പഠന വിധേയമാക്കിയ കേരള പബ്ലിക് എഡ്യൂക്കേഷൻ മോഡൽ. കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും ഹൃദ്രോഗികൾക്കും ഉൾപ്പെടെ ജീവിതോന്നത സേവനങ്ങൾ. ഫാമിലി ഹെൽത്ത് സെന്റർ എന്നത് ഒരു ആരോഗ്യ സംവിധാനം മാത്രമല്ല, ഒരു ആരോഗ്യ ദർശനം കൂടിയാണ്. ലോകം കേരളത്തെ നോക്കി പറഞ്ഞു, ഇതാണ് ഒരു മനുഷ്യ കേന്ദ്ര ഭരണത്തിന്റെ മാതൃക. സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും ശക്തമായ പദ്ധതികൾ കേരളം ഈ ദശകത്തിൽ കണ്ടു. സ്ത്രീകളുടെ തൊഴിൽ വിപുലീകരണ പദ്ധതികൾ, കുടുംബശ്രീയുടെ അതിവേഗ പദ്ധതികൾ തുടങ്ങി. സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ അതെത്ര വലിയവനാണെങ്കിലും കേരള പോലീസിന്റെ കൈവിലങ്ങുകൾ അവരെ തേടി എത്തിയിരിക്കുമെന്ന ഉറപ്പ് യാഥാർത്ഥ്യമാക്കിയ ഭരണവർഷങ്ങൾ. പേമാരികളും മഹാമാരികളും പ്രതിസന്ധികൾ തീർത്തപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിന്റെ വാർത്തയിൽ കേരളം മൊത്തം ഹൃദയം മുറിഞ്ഞു നിന്ന സമയത്തും അതിജീവനത്തിനായി കൈകൾ നീട്ടിയ മനുഷ്യരുടെ കണ്ണുകളെ നോക്കി